കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നങ്ങളും നമ്മൾ മറക്കുമെന്ന് പറയുന്നത് എത്ര സത്യമല്ലേ. രാവിലെ തന്നെ ഞാൻ കടവന്ത്രയിൽ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റിനായിട്ട് പോയതായിരുന്നു കേട്ടോ. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടായ കിളികളെല്ലാം കൂടും കിടക്കേക്ക് എടുത്ത് പറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഡോക്ടർ എല്ലാം പറഞ്ഞിരിക്കുന്ന സമയത്ത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ഉഷാറായിട്ട് അങ്ങോട്ട് ഇരുന്നു. വീട്ടിൽ വന്നപ്പോഴും ആകെ സങ്കടമൊക്കെ തന്നെയായിരുന്നു. അപ്പോഴാണ് മോൻ പറഞ്ഞത് അമ്മയെ നമുക്ക് പാലത്തിൻ്റെ അവിടേക്ക് പോകാമെന്നുള്ളത്. അവൻ പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ അവൻ്റെ കൂടെ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയായിട്ട് പോണത്. കൂടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അവനും മോനും ഭയങ്കര കൂട്ടാണ്, അതിനൊപ്പം തന്നെ നല്ല വികൃതിയാണ്. പോണ വഴിക്ക് വീടിനൊക്കെ ചുറ്റും ഇതേപോലെ ബോഗൺവില്ലൊക്കെ നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലെ ബോഗൺവില്ലേനെ എടുത്ത് കട്ടിക്കളഞ്ഞാലോ എന്ന് ഞാൻ മനസ്സിലാലോചിച്ചു. നമ്മുടെ വീട്ടിലെ ബോഗൺവില്ല പോലും ഇതേപോലെ ഒന്നും പൂവിട്ട് കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാണാനായിട്ട്. നടന്ന പാലത്തിൻ്റെ അവിടെ ചെന്നപ്പോഴേക്കും സന്ധ്യയൊക്കെ ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരുടെ തിരക്ക് ഇങ്ങനെ പതിയെ പതിയെ കൂടി വരുന്നുണ്ടായിരുന്നു. സന്ധ്യ ആവാറായതുകൊണ്ട് നമ്മുടെ ഉറക്കം തൂങ്ങി ചെടിയൊക്കെ ഇപ്പോഴേ ഉറക്കം തൂങ്ങി തുടങ്ങിയിട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ പിടിച്ച് കിട്ടാതെ ആയിട്ടുണ്ട്. നല്ല ഓട്ടൊക്കെ തന്നെയായിരുന്നു. ഇളയാളെ വേഗം കയ്യിലേക്ക് എടുത്ത് പിടിച്ചിട്ടോ. ഈ കൊല്ലാണെങ്കിൽ പാലത്തിനോട് ചേർന്നുള്ള പാടങ്ങളിലൊക്കെ പാട്ടത്തിന് താമര കൃഷി ഇറക്കിയിട്ടുണ്ട്. താമരമുട്ടി ഇങ്ങനെ വിരിയാനായിട്ട് കാത്തിരിക്കണ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ കാണാനുള്ള ഭാഗ്യം നമുക്ക് എന്തായാലും ഇല്ല. കാരണം ഈ മുട്ട് രാവിലെ തന്നെ വിരിയണേക്കാളും മുന്നേ അവരൊന്ന് പറിച്ചിട്ട് പോകും. ആയിട്ട് ഇങ്ങനെ നിൽക്കണ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതപ്പോൾ മൊത്തം വിരിഞ്ഞു കഴിഞ്ഞാണ്ടാവണ ഭംഗി എന്ത് രസമായിരിക്കില്ലേ. കണ്ണിനെ കുളിർപ്പിപ്പിക്കണ ഒരു കാഴ്ച തന്നെയാണ്. പക്ഷെ കാണാൻ നമുക്ക് യോഗമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആമ്പലും താമരയും ഏതാണെന്ന് പോലും ശരിക്കും അറിയില്ല. രണ്ടും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഞാൻ രണ്ടിൻ്റെ പേരും പറയും, താമരാന്നും പറയും, ആമ്പലെന്ന് പറയും. അതെന്തെങ്കിലുമൊക്കെ ആവട്ടേല്. കുറച്ചു നേരം ആ കാറ്റൊക്കെ കൊണ്ടങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിൽ ഏറ്റവും ഹാപ്പി ആയത് എൻ്റെ മോളാട്ടോ. അവളിങ്ങനെ തേരാപ്പാര ഓടി നടക്കായിരുന്നു. ചൂണ്ടയിടാൻ കുറച്ച് പിള്ളേർ വന്നപ്പോൾ കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ നിന്നിട്ടോ. മോളാണെങ്കിൽ തേരാപ്പാരാന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ പൂ വേണമെന്നൊക്കെ പറഞ്ഞ കാരണം ഓരോ പൂവൊക്കെ പറിച്ചു കൊടുത്തു. ഇവരിതിന് പറയുന്നത് നീലക്കുറിഞ്ഞിന്നാട്ടോ. ഞാനത് കേട്ടപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ചിരിച്ചിരുന്നു. ഞാൻ മാറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരാരും അത് മൈൻഡ് പോലും ചെയ്യണില്ല. അവർക്ക് നീലക്കുറിഞ്ഞായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, അവരുടെ സന്തോഷമല്ലേ. അങ്ങനെ ആ നീലക്കുറിഞ്ഞിൻ്റെ കുറച്ച് തൈ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും എടുത്തു കൊടുത്തു. അവർ പറയുന്ന നീലക്കുറിഞ്ഞിൻ്റെ തൈ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പാടത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുറച്ചധികം നേരം അവിടെ ഇരുന്നിട്ട് പതിയെ പാലത്തിൽ കൂടെ നടന്ന് ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ള ഒരു പൊട്ടുവെള്ളരി കടയിലാട്ടോ. പൊട്ടുവെള്ളരിക്ക ജ്യൂസ് കുടിക്കാനാട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. ഇഷ്ടംപോലെ പൊട്ടുവെള്ളരിക്കൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും പൊട്ടുവെള്ളരി ജ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം ഒരു എനർജിക്കായിട്ട് കുറച്ച് നാരങ്ങ വെള്ളം കൂടെ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നാരങ്ങ വെള്ളം കുടിച്ചിട്ടോ. പൊട്ടുവെള്ളരിക്ക ജ്യൂസ് പ്രതീക്ഷിച്ച് പോയ പിള്ളേർക്ക് നാരങ്ങ വെള്ളം കിട്ടിയപ്പോൾ അത്ര ഹാപ്പി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തൽക്കാലം അത് കൊടുത്തങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇല്ലാത്തതുകൊണ്ടാണല്ലോ. അങ്ങനെ അതെല്ലാം കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ.